ഞങ്ങളപ്പോൾ ഒന്ന് അമ്പലപ്പറമ്പിൽ ചുറ്റിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ചേട്ടൻ ഡോറടയ്ക്കുന്ന നേരത്ത് ഞാൻ ചേട്ടനോട് പറയായിരുന്നു, ചേട്ടാ ഒന്ന് ചിരിക്കുക. അപ്പോൾ ഏതോ ഒരു വീഡിയോയുടെ അടിയിൽ ഞാനൊരു കമൻറ്റ് കണ്ടിരുന്നു. ചേട്ടൻ്റെ ഫോട്ടോ ഞാൻ വരച്ചിട്ട് ചേട്ടന് കാണിച്ചു കൊടുക്കുമ്പോഴും ആൾക്ക് ഉള്ളിൽ സന്തോഷം ഉണ്ടെങ്കിലും ആളുടെ മുഖത്ത് ചിരി വരുന്നതൊക്കെ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ കമൻറ്റ് കണ്ടിരുന്നു, ചേച്ചി ചിരിക്കാത്ത ചേട്ടനെ എവിടെന്നാണ് കിട്ടിയെന്ന്. അപ്പോൾ ഞാനത് ചോദിക്കുകയായിരുന്നു ചേട്ടൻ്റെ അടുത്ത്. എനിക്ക് ഇങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഈ ചിരിക്കാത്ത ചേട്ടനെ എവിടെയാണ് കിട്ടിയെന്ന്, ഒന്ന് ചിരിക്ക് മനുഷ്യാന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അപ്പോൾ അതിനും എന്തോ കൊനിഷ്ട് പറഞ്ഞിട്ട് ആളങ്ങോട്ട് ഇറങ്ങിയായിരുന്നു കേട്ടോ. പക്ഷെ ആൾ ചിരിക്കും, ആൾക്ക് തോന്നണം, നമ്മളാരും ചിരിപ്പിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് അച്ഛൻ്റെ മുഖം കാണുമ്പോൾ കണ്ണൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് ആൾ ഭയങ്കര മൂടിയായിട്ടുള്ള ഒരു ഇതെന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ആളുടെ ഒരു സ്ഥായി ഭാവമാണ്. ആൾ ചിരിയൊക്കെ വളരെ കുറവാണ്. ആൾ ഇമോഷൻസൊക്കെ ഉള്ളിൽ ഒതുക്കി പിടിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാനാണെങ്കിലോ ഇമോഷൻസ് ഒന്നും എനിക്ക് ഉള്ളിൽ നിൽക്കില്ല. സന്തോഷമാണെങ്കിലും ദേഷ്യമാണെങ്കിലും വിഷമാണെങ്കിലും ഒക്കെ എനിക്ക് പ്രകടമായി തന്നെ കാണിക്കണം. നമ്മൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ എന്താണെങ്കിലും ഒരാളോട് ഇപ്പോൾ ഇഷ്ടമാണെങ്കിൽ പോലും നമുക്കൊരാൾ ഇഷ്ടമുണ്ടായിരുന്നു എന്ന് പറയുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടമാണ് എന്ന് ഡയറക്റ്റ് പറയുന്നതല്ലേ നല്ലത്. ഇപ്പോൾ ചേട്ടനൊക്കെ ഇപ്പോൾ തന്നെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ആളതൊന്നും പ്രകടിപ്പിക്കില്ല. അപ്പോൾ ഞാൻ പറയും, ചേട്ടൻ ഈ ഉള്ളിൽ സ്നേഹം കൊണ്ട് നടന്നിട്ട് എന്തിനാ. ഇപ്പോൾ പിള്ളേരുകളുടെ അടുത്താണെങ്കിലും അവരോടും പ്രകടനം കുറവാണ്, ആൾക്കാരുടെ ഉള്ളിലായിരിക്കും. അപ്പോൾ ഞാൻ പറയും, സ്നേഹം എന്ന് പറയുന്നത് പ്രകടിപ്പിക്കാനുള്ളതാ, അത് ഉള്ളിൽ കൊണ്ട് നടന്നിട്ട് എന്തിനാന്നൊക്കെ ഞങ്ങൾ ചോദിച്ച് ഞങ്ങൾ തമ്മിലൊരു സംസാരമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ ആനേനെ കണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു ചേച്ചി വന്ന് ഞങ്ങളുടെ അടുത്ത് കുറേ സംസാരിച്ച് വീഡിയോസിൽ കാണാറുണ്ട്. അമ്പലത്തിൽ വരുന്നത് കാണുമ്പോൾ അറിയാം ഇവിടെ എവിടെയാണ് വീട് എന്നൊക്കെ ചോദിച്ച് എൻ്റെ അടുത്ത് വീടൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പം ഇത് കുറുമ്പനാണ് കേട്ടോ, ഗോവിന്ദകണ്ണനോ അങ്ങനെ എന്താണ് അവൻ്റെ പേര്. അവൻ ഭയങ്കര കുറുമ്പനാണ്. അപ്പോൾ കണ്ണൻകുട്ടി കുറേ നേരം നിന്ന് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴേ എനിക്ക് കൈ കാഴ്ചപ്പോൾ ഞാൻ അവനവിടെ നിർത്തി കാണിക്കാനായിട്ട് തുടങ്ങിയിട്ടോ. അപ്പം ആനയുടെ അടുത്ത് എനിക്ക് ആനേനൊന്നും അങ്ങനെ വലിയ ആനപ്രേമിയൊന്നും അല്ല ഞാൻ, പക്ഷേ ഈ ചെക്കൻ്റെ കൂടെ കൂടിയിട്ടാണ് ഇപ്പം എനിക്ക് ആനേനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനും ഇപ്പം എന്താ പറയുക, പണ്ടത്തതുപോലെ തന്നെ വിമാനമൊക്കെ കണ്ട മുറ്റത്തിറങ്ങി വന്ന് നോക്കുക, ആനേനെ കണ്ട ഭയങ്കര കൗതുകത്തോടെ നോക്കുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ലൈറ്റും സൗണ്ടും പാട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ഒരു വൈബിലേക്ക് ഞാനും വരികയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെയുള്ള ആൾ ഇതേ വൈബിലുള്ള ആളാണല്ലോ. അപ്പോൾ പിന്നെ നമ്മളും അങ്ങനെ ഓട്ടോമാറ്റിക്കലി ആയി പോവാനിട്ട്. അപ്പോൾ കല്യാണിക്ക് എന്തോ കോളിഫ്ലവറൊക്കെ അങ്ങനെ സംഭവം ഉണ്ടല്ലോ, അതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ മേടിച്ച് കൊടുത്തിട്ട് ഇനിയിപ്പോൾ അതിനാരും നെഗറ്റീവ് പറയണ്ട കേട്ടോ. ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടോ.